സ്വർണ്ണ വിപണിയിൽ വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിക്കത്തക്ക രീതിയിലാണ് നിലവിലെ ഈ ഒരു വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ ടെലി സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തത് അദ്ദേഹം ഗ്രീൻലാൻഡില് അമേരിക്കയുടെ കൊടി നാട്ടുന്ന ചിത്രം പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ അവരുമായിട്ടുള്ള വ്യാപാര കരാറിൽ വലിയ തീരുവയൊക്കെ അമേരിക്ക നിശ്ചയിക്കുന്നു. ആ തീരുവ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോകും. യൂറോപ്യൻ യൂണിയൻപ്പെട്ട രാജ്യങ്ങൾ അതിനെ എതിർക്കുകയും അതിനെ തൽക്കാലത്തേക്ക് അതിനെ തടുത്തു നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ അതോടുകൂടി വീണ്ടും ഉണ്ടായേക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ ഈ ഇതിനകത്ത് നിലവിൽ സുപ്രീം കോടതി, US സുപ്രീം കോടതിയിൽ 2 വിധികളായിരുന്നു. അതിനകത്ത് ആഗോള താരിഫുകൾക്കെതിരായിട്ട് നിയമപരമായ ഒരു നടപടിയും സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ല. അതിന് യൂറോപ്യൻ യൂണിയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ ഈ പുതിയ മാറ്റങ്ങളെ അംഗീകരിക്കുന്നില്ല. അവര് ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെല്ലാം അങ്ങനെ വന്നതോടുകൂടി ഡോളറിന് ഒരു ദുർബലാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും പിന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് മോഹം യൂറോപ്പുമായുള്ള ഈ വ്യാപാര യുദ്ധത്തിന് തന്നെ അത് കാരണമായേക്കാം. ഇതുമൂലം നാറ്റോയെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയൊക്കെ വിപണിയെ ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്ന ആളുകൾ സ്വർണ്ണത്തിനും വെള്ളിയിലേക്കും കൂടുതൽ നിക്ഷേപങ്ങൾ ആയിട്ട് സാഹചര്യങ്ങൾ ഉണ്ടായി. കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് നിക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ ജാപ്പനീസ് സർക്കാർ ബോണ്ടുകൾക്ക് മാന്ദ്യം സംഭവിച്ചു. ഇതെല്ലാം വലിയ തോതിൽ സ്വർണത്തിന്റെ വിലയെ സ്വാധീനിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം ഇത്രയും വലിയ ഒരു തുക ഒറ്റയടിക്ക് വർദ്ധിക്കുന്നത്. രാവിലെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒരു മെസ്സേജ് വരുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് മെസ്സേജ് മാറിപ്പോയതാണ്. ഇങ്ങനെ ഇത്രയൊരു വ്യത്യാസം എങ്ങനെ വരുന്നത്? ഒരു ഗ്രാമിന് 460 രൂപ ഒറ്റയടിക്ക് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു തരത്തിലും ഒരു വ്യാപാരിക്ക് പോലും വിശ്വസിക്കാനായിട്ട് പ്രയാസമുള്ളതല്ല. 3680 രൂപ ഒറ്റയടിക്ക് ഒരു വിലവർദ്ധനവിൽ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നത് വ്യാപാരം, വിൽപ്പനയും നടക്കില്ല, വാങ്ങലും നടക്കില്ല. വിൽക്കാനുള്ള ആളുകളൊക്കെ തന്നെ ഇനി വിപണിയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ്. കാര്യം ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ വലിയ വ്യത്യാസമാണല്ലോ വരുന്നത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ആളുകൾ പോവുകയാണ്. അതുപോലെ വാങ്ങേണ്ട ആളുകൾ വളരെ വലിയ ആശങ്ക. അവരെങ്ങനെ ഇത് ഒരു വ്യാപാര സ്ഥാപനത്തിൽ പോയി മേടിക്കും? ഇതിനോടൊപ്പം കടകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഓരോ തരം പോലെയുള്ള പണിക്കൂലികൾ ഇതെല്ലാം വരുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് വലിയൊരു ബർഡനാണ്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നത് ഗണ്യമായി കുറയുകയും അത് വ്യാപാരത്തെ വലിയ ഒരു മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെയാണ് നിലവിൽ പോകുന്നത്. തീർച്ചയായും അത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സ്വർണ്ണ കച്ചവടം താളം തെറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴെന്ന് മനസ്സിലാവുന്നു. ഇത്രയും ഉയർന്ന വിലയിലും പണം കൊടുത്ത് ആഭരണം വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടെയുണ്ട്. വില ഉയർന്നെങ്കിലും ആളുകൾ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ കൂടുതലായും ആളുകൾ വരുന്നത് എക്സ്ചേഞ്ച് ചെയ്ത് ആഭരണങ്ങൾ വാങ്ങുന്നതാണ്. എക്സ്ചേഞ്ച് ചെയ്ത് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ആ വ്യത്യാസത്തിന് മാത്രമേ പണം ആവശ്യമായി വരികയുള്ളൂ. അത് കൂടിയാലും കുറഞ്ഞാലും വലിയ വ്യത്യാസം ആ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുമ്പോൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ആ ഒരു ഇതിലേക്കാണ് ആളുകൾ വരുന്നത്. പണം മുടക്കി വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നിലവിൽ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന അളവിൽ നിന്ന് വളരെ വലിയ ഒരു അളവ് കുറച്ചാണ് ഇപ്പോൾ വാങ്ങുന്നത്. നേരത്തെ 1.5 പവൻ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ അതിനനുസരിച്ച് പൈസ സ്വരൂപിച്ച ആളെ സംബന്ധിച്ച് ഒരു മാസം കൊണ്ട് അവർക്ക് 1.25 പവൻ വാങ്ങാനുള്ള തരത്തിലേക്ക് വില മാറിയിരിക്കുകയാണ്. അത് ഈ സ്വർണ്ണ വ്യാപാരത്തെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവരുടെ പർച്ചേസിംഗ് പവർ വളരെ അധികം കുറഞ്ഞു. അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാ സ്ഥാപനങ്ങളെയും വലിയ തോതിൽ ബാധിക്കും, ബിസിനസിനെ ബാധിക്കും. അത്
എല്ലാ സ്ഥാപനങ്ങളെയും വലിയ തോതിൽ അത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വിപണിയിൽ മൊത്തത്തിലൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായും. അതേപോലെ ഒരു സംശയം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു 3-4 തവണ സ്വർണ്ണവിലയിൽ വന്ന മാറ്റങ്ങളൊക്കെ, അതും 2-3 മണിക്കൂറുകൾക്കിടയിലാണ് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ, അതും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാനായി എത്തിയവർക്ക് ചിലവർക്കൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടമൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കാരണം നമ്മൾ കണ്ടു വൈകിട്ട് ചെറിയൊരു വിലയാണെങ്കിലും കുറഞ്ഞത് കണ്ടു, അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന വിലയല്ല ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഏത് സമയത്ത് ആളുകൾ എത്തണം എന്നുള്ള ഒരു സംശയം ആളുകൾക്കുണ്ട്. എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് സമയത്തൊക്കെയാണ് ഈ ഒരു സ്വർണ്ണവിലയിലെ വ്യത്യാസങ്ങൾ വരുന്നത്? ഇന്നലെ 3 പ്രാവശ്യം വില കൂടുകയും 1 പ്രാവശ്യം വില കുറയുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇവർക്കതൊരു നഷ്ടമായി ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല. സ്വർണം വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് പിന്നെ അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ രാവിലെ ഉച്ച കഴിഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വില കിട്ടിയേനെ എന്ന് ചിന്തിക്കാം. പക്ഷേ സാധാരണഗതിയിൽ ഒരു തവണ മാത്രമേ സ്വർണ്ണവിലയിൽ വ്യതിയാനം ഉണ്ടാവാറുള്ളൂ. അത് സാധാരണ രാവിലെയാണ് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് 2-3 തവണയൊക്കെ ഒരു ദിവസം വിലയിൽ വ്യത്യാസം വരുന്നതും അതിനെ തുടർന്നുള്ള പ്രശ്നം വരുന്നത്. പിന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നഷ്ടം എന്നുള്ളൊരിതല്ല, അവർക്കൊരു കൺഫ്യൂഷനാണ്. കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഇത്ര രൂപ കൂടി, 1 മണിക്കൂർ കഴിഞ്ഞോ വീണ്ടും കൂടിയെന്ന് പറയുമ്പോൾ അവര് ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കാനിടയുണ്ട്, ഇത് ഇനി കടക്കാര് തെറ്റായിട്ടുള്ളത് പറയുന്നതാണോ, അങ്ങനെ ഒരു ആശങ്കയുണ്ട്. കാരണം ഇവരൊന്നും പത്രത്തിലുള്ള ഒരു നേരത്തെ വിലയിൽ കൂടുന്നതായിട്ട് ഇതുവരെ അവരൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അല്ലാതെ ഒരു തരത്തിലും ജനങ്ങൾക്കൊരു വാങ്ങുന്ന ആളുകൾക്കൊരു നഷ്ടമല്ല. ഇന്നൊക്കെ വർദ്ധിച്ചേക്കുന്ന ഇത്രയും വലിയൊരു വർധനം ഉണ്ടാകുമ്പോൾ ഇന്നലെ വാങ്ങിയ ആളെ സംബന്ധിച്ച് എത്ര രൂപയുടെ നേട്ടമാണ് അവർക്ക് ലഭിക്കുക? അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.